നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് അവിടെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും ആശ്വാസവും സന്തോഷവും തോന്നാറില്ലേ? അതുപോലൊരു പോസിറ്റീവ് ഫീല് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് നിത്യവും നമ്മുടെ വീട്ടിൽ തെളിയിച്ചു വരികയാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷവും പോസിറ്റിവിറ്റിയും ആരെങ്കിലും പുറത്തു നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പോലും പറയും, ഈ വീടിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടെന്ന്. അതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ നിത്യവും നമ്മുടെ വീട്ടിൽ നമ്മൾ വിളക്ക് തെളിയിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വളരെ വലിയൊരു മാറ്റവും ഐശ്വര്യവും. എന്നത്തെയും പോലെ ഇന്ന് പുലർച്ചെ 3:50 എഴുന്നേറ്റു. കുറച്ച് വിളക്കുകളൊക്കെ കഴുകാനുണ്ടായിരുന്നു. തലേ ദിവസം ഭഗവാന്റെ ഫോട്ടോസ് എല്ലാം തുടച്ച് വൃത്തിയാക്കി ചന്ദനം കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ടു. നമ്മുടെ വീട്ടിലുള്ള ഭഗവാന്റെ ഫോട്ടോസ് എല്ലാം 15 ദിവസങ്ങൾക്കൊരിക്കൽ, കുറഞ്ഞത് 1 മാസത്തിലൊരിക്കലെങ്കിലും തുടച്ച് വൃത്തിയാക്കി പുതിയ ചന്ദനം കുങ്കുമം കൊണ്ട് പൊട്ടു തൊടണം. ദീപം തെളിയിക്കുന്നതിന് മുമ്പ് ആദ്യം ധൂപം കാണിച്ചൊന്ന് ക്ലെൻസ് ചെയ്യാറുണ്ട്. വിബീസ് ലിറ്റിൽ വേൾഡിന്റെ ധന ആകർഷണ ധൂപം പൗഡർ ഉപയോഗിച്ചിട്ടാണ് ധൂപം കാണിക്കാറ്. ഇന്ന് വിബീസ് ലിറ്റിൽ വേൾഡിന്റെ പഞ്ചഗവ്യത്തിന്റെ അഗർബത്തിയിലാണ് ആദ്യം കത്തിച്ചു വെച്ച് വീട് മുഴുവൻ ധൂപം കാണിച്ച് പിന്നെ ആദ്യം അന്നപൂർണയ്ക്കാണെന്ന് ദീപം തെളിയിച്ചത്. ഫ്രണ്ടിലെ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. കാരണം നല്ല ഇരുട്ടായിരുന്നു. താഴെ വീട്ടിലുള്ളവരെല്ലാവരും നാട്ടിലേക്ക് പോയതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിടാൻ തോന്നിയില്ല. അന്നപൂർണയുടെ ഫ്രണ്ടിലൊരു ദീപം തെളിയിച്ച് വെച്ച് ധൂപം കാണിച്ച് നൈവേദ്യമായിട്ട് അവലും കൽക്കണ്ടുമാണ് വെച്ചത്. അതിനുശേഷം വീണ്ടും ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ചെയ്ത് വാസ്തുഗ്രഹലക്ഷ്മിക്ക് ധന ആകർഷണ പൗഡറിൽ ധൂപം കാണിച്ചു. പിന്നെ ഫ്രണ്ടിലുള്ള തുളസി മാടത്തിന്റെ ഫ്രണ്ടിലും ഒരു ദീപം തെളിയിച്ച് വെച്ച് ധൂപം കാണിച്ച് തുളസി മാതാവിനെ നല്ല രീതിയിൽ പ്രാർത്ഥന ചെയ്തപ്പോഴേക്കും എന്റെ രാവിലത്തെ പൂജാ വിശേഷങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓം ശരവണ ഭവ.